സിനിമ തിയേറ്ററിലെത്തിയതിനു പിന്നാലെ അതിന്റെ സന്ദേശം നടപ്പാവുക. സമത്വമുള്ള ക്ലാസ് റൂം എന്ന ആശയം വളരെ വൈകാരികമായി പങ്കുവച്ച സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. വിനേഷ് വിശ്വനാഥ് എന്ന പുതുമുഖ സംവിധായകന്റെ ആദ്യ സിനിമയാണിത്. 2024 പുറത്തിറങ്ങിയ ചിത്രം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ കാതലായ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഫ്രണ്ട് ബെഞ്ചറും ബാക്ക് ബെഞ്ചറും ഇല്ലാത്ത സമത്വമുള്ള ക്ലാസ് റൂമിലാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ്. കുട്ടികളെ യു ഷേപ്പിൽ ഇരുത്തിയുള്ള ക്ലാസ് മുറിയാണത്. ചിത്രം കണ്ടിറങ്ങിയ തൃശൂർ ഈസ്റ്റ് മങ്ങാട് RCC LP സ്കൂളിലെ അധ്യാപകനായ ആൽബർട്ട് ക്രിസ്റ്റിൻ 5ാം ക്ലാസ്സിലെ തന്റെ വിദ്യാർത്ഥികളെ സിനിമയിലേതുപോലെ യു ഷേപ്പിൽ ക്രമീകരിച്ചു. സിനിമ കണ്ടപ്പോൾ തന്റെ പഠനകാലവുമായി താരതമ്യം ചെയ്ത് മാറ്റം വേണമെന്ന തോന്നലിലാണ് വിദ്യാർത്ഥികളെ യു ഷേപ്പിൽ ഇരുത്തിയതെന്ന് അധ്യാപകൻ. ബെഞ്ച് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വന്നൊരു രീതിയിൽ നിന്ന് അപേക്ഷിച്ച് കറക്റ്റായിട്ട് എനിക്ക് മാറ്റം തോന്നി യു ഷേപ്പിൽ അറേഞ്ച് ചെയ്തപ്പോൾ. ഇവിടെ വലിപ്പ ചെറുപ്പമില്ല, ഒന്നാമനില്ല, രണ്ടാമനില്ല, എല്ലാവരും ഒരുപോലെ എന്നൊരു കോൺസെപ്റ്റാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഏതൊരു കോണിൽ നിന്ന്, ഏതൊരു അറ്റത്തു നിന്നായാലും സെൻട്രൽ നിന്നായാലും കറക്റ്റായിട്ട് എനിക്ക് അവരുടെ അടുത്തേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോഴിവിടെ പിൻബെഞ്ചിലെ മണ്ടനും മുൻബെഞ്ചിലെ മിടുക്കനുമില്ല, പകരം എല്ലാവരും മിടുക്കന്മാർ. സ്കൂളിലെ LKG മുതലുള്ള ക്ലാസ് റൂമുകൾ ഇത്തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് പ്രധാന അധ്യാപിക ലിജി. പിന്നിലിരിക്കുമ്പോൾ ഓരോ കുട്ടിയും അവർക്ക് പിന്നോക്കക്കാരാന്നുള്ളൊരു ചിന്ത വരും. ഇതാവുമ്പോൾ എല്ലാ കുട്ടികളും സമന്മാരാണ്, അവരെല്ലാവരും മുന്നിലാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും പ്രത്യേക ശ്രദ്ധ കൊടുക്കാനും അധ്യാപികയ്ക്ക് ഇതുവഴി സാധിക്കും. അതുപോലെ രക്ഷിതാക്കളും വളരെ സന്തുഷ്ടരാണ്. യു ഷേപ്പിൽ ഇരുത്തുന്നതോടെ എല്ലാ കുട്ടികൾക്കും അധ്യാപകരെയും തിരിച്ചും വ്യക്തമായി കാണാമെന്ന് കുട്ടികൾ പറയുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ രീതി വെച്ചത്. നല്ലോണം ഒരു രീതിയാണ്. മാഷിൻ്റെ എല്ലാം ശ്രദ്ധിക്കാനും അത് മാഷ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റും. പിന്നെ പണ്ടത്തെ പോലെ ഇങ്ങനത്തെ പണ്ട് വെച്ചാൽ ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ഇങ്ങനെ സീറ്റ് ഇട്ടപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയി തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് മാഷ് പറയുന്നത് കേൾക്കാനും അത് പെട്ടെന്ന് പഠിക്കാനും പറ്റുന്നുണ്ട്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാളകം RVVHSS അടക്കം 6 സ്കൂളുകളിൽ യു ക്ലാസ് റൂം പരീക്ഷണം നടത്തിക്കഴിഞ്ഞു. കൊല്ലം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ് മറ്റു സ്കൂളുകൾ. പഞ്ചാബിലെ ഒരു സ്കൂളിലും മാറ്റം വന്നു. പിന്നാലെ സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുമെന്ന് തമിഴ്നാട് സർക്കാരും തീരുമാനമെടുത്തിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.